മന്ദാരം. മഞ്ഞിൻ തുള്ളികൾ തങ്ങി നിൽക്കുന്ന വെളുത്ത ഇതളുകൾ. കണ്ണിന് കുളിർമയും മനസ്സിന് നിശബ്ദമായ ശാന്തതയും നൽകുന്ന ഒരു പൂവ്. അതാണ് മന്ദാരം. വർണ്ണപ്പൂക്കളുടെ കോലാഹലങ്ങൾക്കിടയിൽ ഒരു തുള്ളി കോലാഹലമില്ലാതെ പ്രകൃതി ഒരുക്കി വെച്ച വിശുദ്ധിയുടെ നിശ്ചല ദൃശ്യം. ഓണം അതിൻ്റെ 6ാം നാളായ തൃക്കേട്ടയിലെത്തുമ്പോൾ പൂക്കളത്തിലേക്ക് മനോഹരമായ വെളുപ്പും സുഗന്ധവും ചാർത്താൻ കടന്നു വരുന്നത് നമ്മുടെ സ്വന്തം മന്ദാരപ്പൂവാണ്. ദേവലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് വന്നിറങ്ങിയ മന്ദാരം മഹാബലി തമ്പുരാന്റെ ഓണപ്പൂക്കളത്തിലെത്തുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയേറെ സവിശേഷമാകുന്നത്? തൃക്കേട്ട നാളിലെ മന്ദാരപ്പൂക്കളത്തിനു പിന്നിലെ ഐതിഹ്യവും സാംസ്കാരിക കഥയും അറിയാൻ വീഡിയോ പൂർണ്ണമായി കാണൂ. ചിങ്ങമാസത്തിലെ ഓണാഘോഷത്തിന്റെ 6ാം നാളാണ് തൃക്കേട്ട. പൊന്നോണത്തിന് വെറും 3 ദിനങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഗ്രാമങ്ങളിലെ ഓണാഘോഷങ്ങൾ കൂടുതൽ സജീവമാകുന്ന ഘട്ടമാണിത്. തൃക്കേട്ട നാളിലെ പൂക്കളത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത പൂവാണ് മന്ദാരം. അത്തത്തിന് തുമ്പപ്പൂവ് തന്ന അതേ ശുദ്ധിയും വിശുദ്ധിയും 7ാം നാളിൽ തിരികെ കൊണ്ടുവരാൻ മന്ദാരത്തിന്റെ വെളുത്ത ഇതളുകൾക്ക് സാധിക്കും. പഴമക്കാരുടെ ആചാരപ്രകാരം തൃക്കേട്ട നാളിൽ 7 വട്ടത്തിൽ പൂക്കളം ഒരുക്കുമ്പോൾ പൂക്കളത്തിന് പൂർണ്ണതയും ദൈവികമായ ചൈതന്യവും നൽകുന്നത് ഈ മന്ദാരപ്പൂക്കളാണ്. കാഴ്ചയിൽ വലിയ പൂവായതുകൊണ്ട് തന്നെ പൂക്കളത്തിൽ മന്ദാരം നിരത്തുമ്പോൾ ഒരു പ്രത്യേക രാജകീയ സൗന്ദര്യം പൂക്കളത്തിന് ലഭിക്കുന്നു. ഹിന്ദു സങ്കല്പം അനുസരിച്ച് ദേവലോകത്തെ 5 പുണ്യവൃക്ഷങ്ങളിൽ, അതായത് പഞ്ചവൃക്ഷങ്ങളിൽ ഒന്നാണ് മന്ദാരം. അസുര ചക്രവർത്തിയായ മഹാബലി തമ്പുരാൻ ദേവലോകവും ഭൂമിയും ഭരിച്ചിരുന്ന കാലത്ത് ദേവന്മാരും അസുരന്മാരും മനുഷ്യരും ഒരുപോലെ സ്നേഹിച്ചിരുന്ന പൂവായിരുന്നു ഇത്. വർഷത്തിലൊരിക്കൽ തൻ്റെ പ്രജകളെ കാണാൻ ഭൂമിയിലേക്ക് വരുന്ന മാവേലി തമ്പുരാൻ തൃക്കേട്ട നാളിൽ നാട് ചുറ്റുമ്പോൾ വീടുകളുടെ മുറ്റത്ത് വിരിഞ്ഞു നിൽക്കുന്ന മന്ദാരപ്പൂക്കൾ കണ്ടു. രാജാവ് മന്ദാരപ്പൂവിനോട് ചോദിച്ചു, "നീ ദേവലോകത്തെ പുണ്യപൂവാണല്ലോ. അവിടെയുള്ള സുഖസൗകര്യങ്ങൾ ഉപേക്ഷിച്ച് എൻ്റെ പ്രജകളുടെ കൊച്ചുമുറ്റങ്ങളിൽ എന്തിനാണ് നീ പൂത്തു നിൽക്കുന്നത്?" മന്ദാരം സ്നേഹത്തോടെ മറുപടി പറഞ്ഞു, "പ്രഭോ, ദേവലോകത്തേക്കാൾ സുന്ദരമായത് അങ്ങയുടെ പ്രജകളുടെ കളങ്കമില്ലാത്ത മനസ്സുകളാണ്. അങ്ങ് ഭരിച്ച നാട്ടിലെ സന്തോഷവും നന്മയും കാത്തു സൂക്ഷിക്കുന്ന പ്രജകളെ സ്വീകരിക്കാൻ ദേവലോകത്ത് നിന്നുള്ള മംഗളപുഷ്പമായി ഞാൻ അവരുടെ വീടിനു മുന്നിൽ വിരിഞ്ഞു നിൽക്കുന്നു." മന്ദാരപ്പൂവിൻ്റെ മനോഹരമായ ഈ സന്ദേശം കേട്ട് മഹാബലി തമ്പുരാൻ പ്രസന്നനായി. അദ്ദേഹം മന്ദാരത്തിനെ അനുഗ്രഹിച്ചു. തൻ്റെ വരവിൻ്റെ 6ാം നാളായ തൃക്കേട്ടയിൽ വീടുകളിൽ വിശുദ്ധിയും ശാന്തിയും നിറയ്ക്കുന്ന പ്രതീകമായി നീ ജനങ്ങളുടെ പൂക്കളത്തിൽ നിറഞ്ഞു നിൽക്കും. മന്ദാരം കേവലം കണ്ണിന് ഭംഗി നൽകുന്ന പൂവ് മാത്രമല്ല, ആയുർവേദത്തിലും നാട്ടുഭക്ഷണങ്ങളിലും വലിയ സ്ഥാനമുള്ള ഔഷധ ചെടിയാണ്. ശാസ്ത്രീയമായി ബൗഹീനിയ എന്ന കുടുംബത്തിൽപ്പെട്ടതാണ് മന്ദാരം. രക്തശുദ്ധീകരണത്തിനും പ്രമേഹം തടയുന്നതിനും തൊണ്ടയിലെ അണുബാധ മാറ്റുന്നതിനും മന്ദാരത്തിൻ്റെ പൂവും പട്ടയും വേരുമെല്ലാം ആയുർവേദ ഔഷധങ്ങളിൽ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ശിവപൂജയ്ക്കും മറ്റ് ദേവീക്ഷേത്രങ്ങളിലും ഒഴിവാക്കാനാവാത്ത പൂവാണ് മന്ദാരം. പ്രകൃതി മനുഷ്യന് നൽകിയ ഔഷധ ഗുണമുള്ള ഈ പവിത്ര പുഷ്പം ഓണപ്പൂക്കളത്തിൽ വയ്ക്കുമ്പോൾ വീടുകളിൽ ആരോഗ്യവും സന്തോഷവും നിറയുമെന്നാണ് ഐതിഹ്യം. കേരളത്തിലെ പഴയ തറവാടുകളുടെ മുറ്റത്ത് ഒരു മന്ദാരമരമെങ്കിലും കാണുമായിരുന്നു. അതിരാവിലെ എഴുന്നേറ്റ് തറവാട്ടുമുറ്റത്ത് വീണ് കിടക്കുന്ന മന്ദാരപ്പൂക്കൾ പെറുക്കിയെടുത്ത് പൂക്കളമിടാൻ പോയിരുന്ന ആ പഴയകാലം ഏതൊരു മലയാളിക്കും മനോഹരമായ ഒരു ഓർമ്മയാണ്. ഇന്നത്തെ വിപണിയിൽ നിന്ന് വാങ്ങുന്ന കൃത്രിമ നിറങ്ങളുള്ള ചന്തപ്പൂക്കൾക്കിടയിൽ നാടൻ മന്ദാരപ്പൂക്കൾ നമ്മൾ പൂക്കളത്തിൽ വയ്ക്കുമ്പോൾ അത് നമ്മുടെ സാംസ്കാരിക തനിമയിലേക്കുള്ള തിരിച്ചറിവാണ്. അതെ, തൃക്കേട്ട നാളിൽ പൂക്കളത്തിൽ അണിയുന്ന മന്ദാരപ്പൂവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ശാന്തിയുടെയും വിശുദ്ധിയുടെയും ദേവലോക തുല്യമായ സ്നേഹത്തിൻ്റെയും സന്ദേശമാണ്. ഈ വരുന്ന ഓണക്കാലത്ത് നിങ്ങളുടെ പൂക്കളത്തിൽ കുളിർമയോടെ വിരിഞ്ഞു നിൽക്കുന്ന ആ വെളുത്ത മന്ദാരപ്പൂവ് വയ്ക്കാൻ ഓർക്കുമല്ലോ അല്ലേ? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഓണ ഓർമ്മകൾ കമൻറ്റിൽ പങ്കുവയ്ക്കാനും മറക്കരുത്. കൂടുതൽ ഓണാഘോഷ വിശേഷങ്ങൾക്കും സാംസ്കാരിക ചരിത്രങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നന്ദി.